ബ്യൂട്ടീസ്, ഇന്ന് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കുന്നതാണ്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ഏത് കേസിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതിനെ 2 പാർട്ടായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒന്ന് ബ്രൈറ്റ് സൈഡും ഒന്ന് ഡാർക്ക് സൈഡായിട്ട്. അപ്പോൾ ബ്രൈറ്റ് സൈഡിലാണ് നമ്മുടെ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ചിത്രം ഏകദേശം ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. മറ്റേ സൈഡിൽ അതിൻ്റെ പ്രതി എന്ന് ഞാൻ പറയുന്നുള്ളൂ, നമ്മൾ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ആ പ്രതി എന്ന് ആളിൻ്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഇത് പോസ്റ്ററാണ്, പെയിൻറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കേരളം വളരെയധികം പല കേസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഇത്രയും ക്രൂരമായി എത്രയും പ്ലാൻ ചെയ്ത് ഒരാളെ ജീവൻ എടുക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ജീവൻ നൽകാൻ പറ്റിയില്ല, നമുക്ക് ജീവൻ എടുക്കാൻ ഉള്ള അധികാരം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനുഷ്യൻ്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും ആരായാലും. അപ്പം ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു പോസ്റ്റർ രീതിയിൽ ഒരു ജസ്റ്റിസ് കിട്ടിയതിൻ്റെ ഒരു പോസ്റ്റർ നിലയിൽ മാത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പം വലിയ ഫേസ് പോർട്രേറ്റ് എനിക്ക് അത്ര വരയ്ക്കാൻ അറിയത്തില്ല കേട്ടോ. അപ്പം ഒരു സൈഡിൽ നമ്മൾ വരച്ചിരിക്കുന്ന ബ്രൈറ്റ് സൈഡ് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പൂക്കളും നമ്മുടെ മരങ്ങളും വസന്തമൊക്കെ. അതായത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ കേരളത്തിൽ എത്രയോ പേര് ഇതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫസ്റ്റ് ട്രയലിൽ തന്നെ എല്ലാവരും ആഗ്രഹിച്ച ഒരു വിധി വന്നെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇപ്പോൾ മുന്നോട്ട് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അതൊക്കെ കോടതിയുടെ കയ്യിലൊക്കെ എന്തായാലും അന്വേഷിച്ച് എല്ലാവരും അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും ഇത്രയും പ്ലാൻഡായിട്ട് ഒരാൾക്ക് ഓരോ കൊലപാതകം ശ്രമിക്കാം അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. അത് സ്ത്രീയായാലും പുരുഷനായാലും എന്തുമാത്രം ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഒരാൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കണമായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേണ്ട, ഒരാളെ വേണ്ട ശരിയില്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വെക്കുക. അതിൻ്റെ പുറകെ റിവെഞ്ച് എന്ന നിലയിൽ അതും എന്തെങ്കിലും ഇതിലും കൂടുതൽ പണക്കാരനെ അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹത്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലായാലും തെറ്റ് തന്നെ അല്ലേ. അപ്പോൾ ഇനി ഞാൻ തന്നെ ഫേസ് ഷെയ്ഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ ഒരു നമ്മുടെ സ്കൈയുടെ ആകാശത്തിൻ്റെ കളറാണ് മുകളിൽ വരച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങേപ്പുറത്തുള്ള ആ പെൺകുട്ടിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജിൻ്റെയും ഫേസിനകത്ത് ഫേസ്ലെസ് ഡ്രോയിങ് വരയ്ക്കാൻ, കാരണം ക്രൂരതയ്ക്ക് മുഖമില്ലെന്ന് കാണിക്കാനാണ് പ്രതിയുടെ ആ കുട്ടിയുടെ ഫേസ് ഞാൻ വരയ്ക്കാത്തത്. കാരണം വെച്ചാൽ ക്രൂരതയ്ക്ക് ഒന്നിൽ മുഖമില്ല, അല്ലെങ്കിൽ പല മുഖങ്ങൾ ചേർന്നാണ് ക്രൂരത എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ മുകളിൽ ജഡ്ജിയുടെ വരയ്ക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ നിയമദേവതയ്ക്ക് കണ്ണില്ല അല്ലേ, കണ്ണടച്ച് നമ്മൾ കണ്ണ് കെട്ടിയിരിക്കുകയാണ്, അങ്ങനെയാണ് നിയമത്തിൽ വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വയ്ക്കുന്നത്. പിന്നെ മുകളിൽ 2 പേരുടെ, അതായത് ഒരു മനുഷ്യൻ്റെ എൻ്റെ 2 ഭാഗങ്ങളാണ്. നമ്മൾ കൂടെ നിൽക്കുന്ന ആൾ നമ്മൾ ഡെവിളാണെന്ന് കാണിക്കാനും, മറ്റേ ആളുടെ ഫുള്ളിലുള്ള നമ്മൾ കാണുന്ന മുഖം എന്തുവാ, നല്ലൊരു മനുഷ്യൻ്റെ, പക്ഷേ അതിനുള്ളിലുള്ള ക്രൂരത എന്താണെന്ന് നമുക്ക് ആർക്കും പറ്റും. ഇപ്പം പലരും നമ്മൾ നിഷ്കളങ്കാരം നമ്മൾ സംസാരിക്കുക എടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ പുറയിൽ എന്താണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണ് നമുക്ക് ആർക്കും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് വെച്ചാണ് ഒരു പോർട്രേറ്റ് വരച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ കണ്ടിലേയും നമ്മൾ നല്ല തുലിപ്പിന് ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്. എന്തായാലും ആ പാവപ്പെട്ട മാതാപിതാക്കൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തു. എന്തായാലും സ്വന്തം കുഞ്ഞിനെ, അത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും പറ്റും. അപ്പോൾ ഇത്രയും വലിയ ഒരാൾ നമ്മളെ വിട്ടു പോകാമെന്ന് പറയുന്നത് വളരെയധികം അവർക്ക് ശക്തി തരട്ടെ, ഇതൊക്കെ നേരിടാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടല്ല. ഇപ്പം നമ്മളെന്താ പറയണ്ടേ. പിന്നെ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ര തന്നെ നമ്മളെ കൊണ്ടതല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനേക്ക് എവിടെയൊക്കെ എത്ര പഠിച്ച ആളായാലും എന്തൊക്കെ ചെയ്താലും തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ കിട്ടിയിരിക്കണം. അതിനെ സ്ത്രീ പുരുഷനൊന്നും നോക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ കോടതിയിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ പോർട്രേറ്റൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഞാൻ കോട്ട്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പം കയ്യിലിരിക്കുന്ന ഒന്ന് ജ്യൂസ് കുപ്പിയായിട്ട് കാണിക്കലും പുറവശത്തിരിക്കുന്നത് കുപ്പിയായിട്ടല്ല, അതൊരു കത്തിയാണ്. അതായത് മുന്നേ ജ്യൂസ് കാണിച്ച് പുറയിൽ കത്തിയായിട്ട് കാണിക്കുന്നതായിട്ടാണ് ഒരു കയ്യിൽ കത്തിയായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം. ഇത് കുറച്ച് നേരം എടുത്താണ് വരച്ചത്, കാരണം നമുക്ക് എന്താ വരയ്ക്കേണ്ടതെന്ന് എനിക്ക് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏകദേശം ഒന്ന് വരച്ച് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കോട്ട അനുസരിച്ചെന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്കാർക്ക് കരയാൻ പറ്റത്തില്ല, അവരുടെ ശബ്ദം പുറത്ത് കേൾക്കത്തില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന നമ്മളാണ് അവർക്ക് വേണ്ടി ന്യായം കണ്ടെത്തി അവർക്ക് ന്യായം നടക്കുന്നത്, അവർക്ക് ജസ്റ്റിസ് കൊടുക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചൊരു കോട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ എവിടെ വന്നാൽ ഇപ്പോൾ ചില കേസുകൾക്കൊക്കെ വർഷങ്ങളോളം ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ന്യായം കിട്ടാൻ നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെയുള്ള കേസുകൾ ആരെങ്കിലും ഇനി ചെയ്യുന്നതിന് മുമ്പ് 1 3 വട്ടം 10 വട്ടമെങ്കിലും ആലോചിക്കണം എന്നാണ് ഈ ഒരു വിധി നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് എത്ര പ്രായത്തിൻ്റെ പേരിലായാലും ഒരു ജെൻഡറിൻ്റെ പേരിലാണെങ്കിലും തെറ്റ് ചെയ്ത ആളെ നമുക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല. കാരണം പോയ നഷ്ടപ്പെട്ട ആൾക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ പോർട്രേറ്റൊക്കെ വായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഡാർക്ക് ഷെയ്ഡാണ് ഒരു സൈഡ് അടിച്ചിരിക്കുന്നത്. അപ്പം പെൻസിൽ ഡ്രോയിങ് ആയിട്ട് അറിയാൻ പറ്റില്ലെന്നറിയാം. എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.